ഹായ് ഫ്രണ്ട്സ്, ഈ ആഴ്ചയിൽ സ്വർണ്ണവില അനലൈസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിലെ സ്വർണ്ണവില ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം അതിനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഡെയിലി നമ്മൾ ഇടാറുണ്ട്. സ്വർണ്ണത്തിൻ്റെ വിലയുടെ വില നിലവാരം ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അന്നത്തെ വില നിലവാരം അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ സ്വർണ്ണവില നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത തിങ്കളാഴ്ച 10-ാം തീയതി 64,440 സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 11-ാം തീയതി 64,120 താഴ്ന്നത്. പിന്നീട് വീണ്ടും വർദ്ധിച്ച് 64,520 12-ാം തീയതി ക്ലോസ് ചെയ്തത്. 13-ാം തീയതി 64,960 ടച്ച് ചെയ്തു. 14-ാം തീയതി ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഈ മാസത്തെ 65,840 വരെ ടച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വളരെ വലിയ ഉയർച്ചയാണ് ആ ഒരു ദിവസം ഉണ്ടായത്. പിന്നീട് 15-ാം തീയതി വീണ്ടും താഴ്ന്ന് 65,760 ക്ലോസ് ചെയ്തത്. 16-ാം തീയതി മാറ്റില്ലായിരുന്നു. 17-ാം തീയതി ഇന്ന് ചെറിയ രീതിയിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. 65,680 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പ്രൈസ് വർദ്ധിക്കാനുണ്ടായ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായി ഡിസ്കസ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ഒന്ന് പ്രധാനമായിട്ട് 5 റീസൺസാണ് ഇതിന് ഈ ഒരു വില നിലവാരം വർദ്ധിക്കാനായിട്ട് കാരണമായിട്ട് പറയുന്നത്. ഒന്നാമത്തത് അമേരിക്കയുടെ, അതായത് ട്രംപ് വന്ന ശേഷം US താരിഫുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടിനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം US ഫെഡ് റേറ്റിൻ്റെ റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാരണം കൂടി ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് ഉയർന്നു വരാൻ കാരണമാകുന്നുണ്ട്. പിന്നീട് US ഡോളറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും US ഡോളറും റുപ്പിയും തമ്മിലുള്ള പ്രൈസ് വ്യതിയാനങ്ങളും ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. പിന്നെ മറ്റു കാരണങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് വേൾഡിലെ എല്ലാ പ്രധാനപ്പെട്ട ഇപ്പോൾ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ആയാലും മറ്റു രാജ്യങ്ങളുടെ മെയിൻ സെൻട്രൽ ബാങ്കുകളെല്ലാം സ്വർണം വാരിക്കൂട്ടുന്നുണ്ട്. ഈ ഒരു അൺസർട്ടിനിറ്റി വരുമ്പോൾ സാധാരണ എല്ലാ ബാങ്കുകളും ചെയ്യുന്ന കാര്യമാണ്. അതും സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോവുകയാണ്. അപ്പോൾ സാധാരണ ലോകത്ത് അൺസർട്ടിനിറ്റി ഉണ്ടാകുമ്പോൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിയിട്ട് സ്വർണത്തിലേക്ക് മാറ്റാറുണ്ട്. അത് കാരണം സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാരണം സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതാണ് ഈ ഒരു സ്വർണത്തിൻ്റെ വില കൂടാൻ കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്